ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തുകയല. എന്തെന്നാ ഈ തുകയൽ? തോരനാണോ? പെട്ടെന്ന് കേട്ടാൽ തോന്നും തോരനാണ് തുകയൽ. ഒരു ഉഴുന്ന് തുകയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തുകയൽ എന്ന് പറയുന്ന ഒരു തമിഴ് വിഭവമാണ്. തമിഴ്നാട്ടിലുള്ള എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ഉഴുന്ന് തുകയൽ. അതിനകത്തെ പ്രധാന കണ്ടൻറ്റ് ഉഴുന്നാണ്. ഈ തുകയൽ എന്ന് പറഞ്ഞാൽ ചമ്മന്തി എന്നർത്ഥം, തോരൻ എന്നല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തുകയലാണെന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തിയാണ്. ഉഴുന്നുകൊണ്ടാണ് ഈ തുകയൽ ഉണ്ടാക്കുന്നത്. അതിലെ ഒരു ഫോറിൻ ഘടകം, ചമ്മന്തിയിലില്ലാത്ത ഘടകം ഉഴുന്നാണ്. സാധാരണ നമ്മൾ ഉഴുന്നുകൊണ്ട് ചമ്മന്തി അരയ്ക്കാറില്ല. പിന്നെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുമ്പം അല്ലെ ദോശപ്പൊടിക്ക് മാത്രമേ ഉഴുന്ന് ഉപയോഗിക്കുക പതിവുള്ളൂ. അതുകൊണ്ട് ഇന്നൊരു തുകയലായി കളയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് കുറേ പേർക്ക് അറിയാമായിരിക്കും. തമിഴ് ബ്രാഹ്മിൻസിന് വളരെ പ്രധാനമാണിത്. നമ്മുടെ ഇവിടെ തമിഴ് ബ്രാഹ്മിൻസ് ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നാണ് എനിക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് നല്ല ഉഴുന്ന് പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്ന് ബോള്. ഇത് 1/2 കപ്പ് മതി. 1/2 കപ്പ് ഉഴുന്ന് ബോള് വറക്കുക ചുമക്കെ. ഞാൻ ഒരു 3 വത്തൽമുളക്, നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള അളവിൽ 3, 4, 5 വരെ ആകാം. കുറഞ്ഞ എരിവ് വേണ്ടവർക്ക് 3 മതി. ഇങ്ങനെ രണ്ടും കൂടി ചുമക്ക വറക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം. കൂടുതലൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഇനി ഇത് വറക്കുകയാണ് നമ്മുടെ തൊഴിൽ. ഇതൊന്ന് വറുത്തോട്ടെ. ഇനി നമുക്ക് ചെറിയ തീയിലാട്ടോ ഞാനിത് വറുത്തത്. ഇനി ഇത് പൊടിക്കണം. ആ പൊടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെയോട്ട് നമുക്കിതാ 1/2 കപ്പ് തേങ്ങ, ചിരണ്ടിയ തേങ്ങ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും പുളി മതി. ഇതിന് ഇത്തിരി ഉറയൊക്കെ ഉള്ള പുളിയാണ്, വാളംപുളി അല്ലെ പിഴിപുളി എന്നൊക്കെ പറയും ഇതിനെ. ഇതും കൂടി കഴുകിയതാണ് ഇതിലേക്ക് ഇടുന്നു. തീയൊന്നുമില്ല. ആ ചൂടിൽ കിടന്ന് എല്ലാവരും കൂടെ ഒന്ന് ആയി വരട്ടെ. ഇനിയും നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കായമാണ്. ഇവിടെ തന്നെ പൊടിച്ച കായപ്പൊടിയാണ്. അതിട്ടു. അപ്പോൾ എല്ലാ കൂട്ടമായി. ഇനി കരിവേപ്പിലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്, അതുകൊണ്ട് ഇത്രേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് ഇടേണ്ട ഒരു സംഗതിയും കൂടെ ഉള്ളൂ. കഷ്ടിച്ച് മാത്രം പാകത്തിന് 1 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ. കഷ്ടിച്ച് 1 ടീസ്പൂൺ. ഇത് മതിയായേക്കും. ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. മിക്സിയിലേ അരയ്ക്കാൻ നിവർത്തിയുള്ളൂ, അതുകൊണ്ടിപ്പോൾ മിക്സിയിൽ തന്നെ അരയ്ക്കാം. അപ്പോൾ എങ്കിലും ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട്. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇത്തിരി ടീസ്പൂൺ കണക്കിന് വെള്ളം ഒഴിച്ച് ഇത് ഉരുട്ടി എടുക്കണം. ഇതാണ് നമ്മുടെ തുകയൽ അല്ലെങ്കിൽ ഉഴുന്ന് ചമ്മന്തി. നോക്കൂ, എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഉഴുന്ന് തുകയൽ. ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല സ്വാദാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ഭക്ഷണത്തിൻ്റെയും കൂടെ ഒരു നെല്ലിക്ക വലിപ്പം എങ്കിലും എടുത്തു വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയും ഒരു സെക്കൻഡ് ഡിഷായിട്ട് ചോറിൻ്റെ കൂടെയും ചമ്മന്തി കൂട്ടുന്ന ഏത് ഇനത്തിനും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അരച്ചു വെച്ചാൽ 2-3 ദിവസം പുറത്തു പോലും ഇത് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് മാത്രമാണ് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നത്. അല്ലാണ്ട് ഇത് മുഴുവൻ 2-3-4 പേർക്ക് കൂട്ടിത്തീർക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇതാണ് ഉഴുന്ന് തുകയൽ. നമ്മുടെ കാണാനും നല്ല ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.